നാടിന്റെ കൈകോർക്കൽ. അനാഥയായ മകൾക്ക് പൊതുജീവിതം സമ്മാനിച്ച് നാട്ടുകാർ. മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് ആരും ആശ്രയമില്ലാതെ നിന്ന ഒരു പെൺകുട്ടിയെ സ്വന്തം മകളായി കണ്ട് ഒരു നാട് മുഴുവൻ ചേർത്തു പുതിയ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ഹൃദയസ്പർശിയായ മുഹൂർത്തമാണ് കാട്ടാക്കട ഉറിയാക്കോട് സാക്ഷ്യം വഹിച്ചത്. 2 വർഷം മുൻപ് കാണാതായ ശിഖയുടെ പിതാവിനെ പിന്നീട് മരിച്ച നിലയിലാണ് കണ്ടെത്തുകയായിരുന്നത്. അതിനുശേഷം അമ്മ ഏറെ കഷ്ടപ്പെട്ടാണ് മകളെ വളർത്തിയതും വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിയതും. എന്നാൽ വിവാഹത്തിനായുള്ള തയ്യാറെടുപ്പുകൾക്കിടയിൽ അസുഖബാധിതയായ അമ്മയും 2 മാസം മുൻപ് മരണപ്പെട്ടു. ഇതോടെ ജീവിതത്തിൽ തനിച്ചായ ശിഖയെ ചേർത്ത് പിടിക്കാൻ ഒരു നാട് മുഴുവൻ മുന്നോട്ട് വന്നു. കാട്ടാക്കട ഉറിയാക്കോട് ഗോവിന്ദം താന്നിമൂട്ടിൽ പരേതനായ KG സന്തോഷ് സോന വിജയൻ ദമ്പതികളുടെ മകൾ ശിഖ S സന്തോഷിന് അമ്മയ്ക്കും അച്ഛനും പകരമാവാനാകില്ലെങ്കിലും സഹോദരിയായും മകളായും സുഹൃത്തായും കണ്ട് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നാട്ടുകാർ ഒറ്റക്കെട്ടായി പിന്തുണയായി. ഉറിയാക്കോട് ബുദ്ധമൂവി ഹൗസ് നമ്പർ 91 ആകാശ് ഭവനിൽ SR സുനിൽ രാജ് റീന മോൾ TT ദമ്പതികളുടെ മകൻ ആകാശാണ് ഇനി ശിഖയുടെ ജീവിത പങ്കാളി. ഞായറാഴ്ച രാവിലെ 10:30 കൊണ്ണിയൂർ ഭദ്രകാളി ദേവി ക്ഷേത്രം ഊട്ടുപുരയിൽ നടന്ന ചടങ്ങിൽ ആകാശ് ശിഖയുടെ കഴുത്തിൽ മിന്നുകെട്ടി. ചടങ്ങിൽ MLA മാരായ MR ബൈജു, V മുരളീധരൻ, J സ്റ്റീഫൻ, BJP നേതാവും നടനുമായ വിവേക് ഗോപൻ എന്നിവർ ഉൾപ്പെടെ രാഷ്ട്രീയ സമുദായിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ഒരു മകൾക്ക് താങ്ങായി നിന്ന് അവൾക്ക് ജീവിതം സമ്മാനമാക്കാൻ ഒരു നാട് ഒന്നാകെ കൈകോർക്കുന്നത് ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് MR ബൈജുവും V മുരളീധരനും അഭിപ്രായപ്പെട്ടു. പൊന്നും പൂടവയും സദ്യയും മാത്രമല്ല, ദമ്പതികൾക്ക് സഞ്ചരിക്കാനായി ഒരു സ്കൂട്ടറും നാട്ടുകാർ സമ്മാനിച്ചു. വാർഡംഗം RS ലാലുവിന്റെ നേതൃത്വത്തിൽ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് രവിയും കൊണ്ണിയൂർ ഭദ്രകാളി ക്ഷേത്ര ഭാരവാഹികളും നാട്ടുകാരും ചേർന്നാണ് ശിഖയെ സുമംഗലിയാക്കിയത്. എനിക്ക് 3 ആൺമക്കളാണുള്ളത്. ശിഖ എന്റെ പൊന്നുമോളാണ്. കഴിഞ്ഞ ജന്മത്തിലും അവൾ എന്റെ മരുമകളായിരിക്കാം. അതുകൊണ്ടാകാം ഈ ജന്മത്തിലും അവളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റാൻ എനിക്ക് കഴിഞ്ഞത് എന്ന് സന്തോഷ കണ്ണീരോടെ രവി പറഞ്ഞു. ഒരു പെൺകുട്ടിയുടെ കണ്ണീരൊപ്പാൻ അവൾക്ക് പുതിയൊരു ജീവിതം സമ്മാനമാക്കാൻ ഒരു നാട് ഒന്നാകെ കൈകോർത്ത ഈ സംഭവം മനുഷ്യ സ്നേഹത്തിന്റെയും സാമൂഹിക ഐക്യത്തിന്റെയും മനോഹരമായ മാതൃകയായി മാറുകയാണ്. എല്ലാരും കൂടെ വന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ നടക്കും. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. സത്യം പറഞ്ഞ ശിഖയുടെ ഈ സ്ഥാനം ഏറ്റെടുക്കാൻ ഇവിടുത്തെ നാട്ടുകാർ എനിക്ക് ഭയങ്കര സങ്കടോട് വരുന്നത്. സത്യം പറഞ്ഞ എനിക്ക് 3 ആൺമക്കളാണ്, പെൺപിള്ളേരില്ല. കഴിഞ്ഞ ജന്മത്തിലെ മോളായിരിക്കും ഇത്. അതായിരിക്കും ഇപ്പം ഇങ്ങനെ നടന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. വളരെ സന്തോഷവും ആശ്വാസവും ആകുന്ന ഒരു ശുഭദിനമാണെന്ന്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട മോൾക്ക് അഭയം നൽകിയ രവിചേട്ടൻ എന്ന് പറഞ്ഞാൽ വളരെ മുന്നേ തന്നെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഈ ഒരു നല്ല കാര്യം, അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട ആ ഒരു അവസരത്തിൽ ഈ മോളെ ചേർത്ത് പിടിച്ച ആ മനസ്സിനും എൻ്റെ ഒരു നിറഞ്ഞ സന്തോഷവും അഭിനന്ദനവും അറിയിക്കുകയാണ്. ഈ മോളെ ചേർത്ത് പിടിച്ച ഇവിടുത്തെ ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ നാട്ടുകാർ, പ്രത്യേകിച്ച് നമ്മുടെ കൊണ്ണിയൂർ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര ഭാരവാഹികൾ എല്ലാവരെയും ഞാൻ നിറഞ്ഞ സന്തോഷത്തോടു കൂടി അഭിനന്ദിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഈ 2 പേരുടെയും മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇനി നല്ലൊരു യാത്രയായിരിക്കട്ടെ ശുഭദിനം ആശംസിച്ചുകൊണ്ട്. ഒരു നാടാകെ ആഘോഷത്തിന്റെ മൂഡിലാണ്. ഷിതയുടെയും ആകാശിന്റെയും വിവാഹമാണെന്ന്. ഒരു നാട് ഏറ്റെടുത്ത വിവാഹമാണ്. ഷിതയുടെ അച്ഛനും അമ്മയും വിട്ടുപിരിയുമ്പോൾ ഈ നാട്ടുകാരാകെ ഒന്നടങ്കം സ്വന്തം മകളെപ്പോലെ ചേർത്ത് പിടിച്ച ഷിതയെ കൈക്കൊള്ളാൻ ആകാശ് കാണിക്കുന്ന ഈ താല്പര്യം, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അമ്മ ഷിതയുടെ അമ്മ മരണപ്പെടുന്നതിന് 2 മാസം മുമ്പാണ് ഈ കല്യാണം നിശ്ചയിച്ചത്.
പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പറും, ഞാൻ പേര് പറയുന്നില്ല, കാരണം അത്തരത്തിൽ എല്ലാവരും ഒരേ മനസ്സോടെ, രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല, ഇതൊന്നും നോക്കാതെ ഏറ്റെടുത്ത ഷിതയുടെ വിഭാഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്, ആകാശിന് ഒപ്പം ചേരാൻ കഴിഞ്ഞത് ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗ്യമാണ്. മാത്രമല്ല, അച്ഛനും അമ്മയും മരണപ്പെട്ട് കഴിയുമ്പോൾ പ്രിയപ്പെട്ട രവിയണ്ണൻ അദ്ദേഹത്തിൻ്റെ ഒരു മകളെ പോലെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ചേർത്ത് നിർത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം. രണ്ടുപേർക്കും ആശംസ. ഈ ഒരു ഇരു മനസ്സുകളും ഒന്നാവുന്ന ഈ ഒരു സുവർണ നിമിഷത്തിൽ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അനുകൂല സാഹചര്യത്തിലും ഈ ഒരു നല്ല സന്ദർഭത്തിലും ഇവിടെ പങ്കുചേരാൻ സാധ്യതയായത് തന്നെ മഹാഭാഗ്യമെന്ന് കരുതേണ്ട വ്യക്തിയാണ്. ശരിക്കും ദൈവത്തിൻ്റെ പ്രസാദവും സാന്നിധ്യമുള്ള ഈ ഒരു സന്നിധിയിൽ ഇവർക്ക് രണ്ടുപേർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. തീർച്ചയായിട്ടും ശിഖയുടെ മാതാപിതാക്കൾ നേരത്തെ തന്നെ നമ്മുടെ ഇടയിൽ നിന്ന് പോയ സാഹചര്യത്തിൽ ഈ പ്രദേശത്തെ ജനങ്ങളെല്ലാവരും ചേർന്ന്, ഈ പ്രദേശത്തെ നാട്ടുകാരെല്ലാവരും ചേർന്ന് ആ കുട്ടിക്കൊരു ജീവിതം ഉറപ്പുവരുത്താൻ, ആ കുട്ടിയുടെ മംഗല്യം നിശ്ചയിക്കാൻ, അതിനു വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും എല്ലാ തയ്യാറെടുപ്പുകളും ഒരുമിച്ച് നടത്തി എന്നുള്ളത് നമ്മുടെ നാട്ടിലുള്ള കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. സാധാരണഗതിയിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ, അങ്ങനെയുള്ള ധാരാളം പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരൊക്കെ വളരെ വിഷമത്തോടു കൂടിയാണ് തുടർന്നുള്ള ജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരിക. ഇവിടെ അതുണ്ടായില്ല എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. നമുക്ക് മറ്റെല്ലാവർക്കും ഒരു നല്ലൊരു പാഠമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്തരം ഒരു നല്ല ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുക.